പ്രത്യേകിച്ച് എനിക്ക് സൂമിൽ സാക്ഷ്യം പറയുവാൻ മുഖാന്തരം ഒരുക്കി തന്ന സോജി ആന്റിയോട് എന്റെ പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. സ്തോത്രം. ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് മേരി ഡാനിയൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കട്ടിലപ്പൂവം എന്ന ഒരു പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. എന്റെ കുടുംബം ഒരു CSI വിശ്വാസത്തിലായിരുന്നു. അതിനാൽ ചെറുപ്പം മുതൽ ദൈവഭയത്തിൽ ജീവിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അടിക്കടി രോഗങ്ങൾ, മരണങ്ങളൊക്കെയും സംഭവിച്ചു. അതിനാൽ ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങളുടെ വീടിനകത്തുള്ള ദൈവദാസന്മാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വളരെ വ്യത്യാസമുണ്ടായി. അങ്ങനെ എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. എന്റെ വീട്ടിൽ നിന്ന് ആദ്യമായി വിശ്വാസത്തിൽ ഞാനാണ് കടന്നു വന്നത്. എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ എന്റെ വീട്ടുകാർ അന്ന് സമ്മതിച്ചില്ല. കാരണം അവർക്ക് വീട്ടിൽ അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു എങ്കിലും അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ആരും ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ എനിക്ക് പഠനത്തിനുള്ള തടസ്സം അവർ സൃഷ്ടിച്ചു. എന്നാൽ കർത്താവിന്റെ ഹിതം അങ്ങനെയല്ലായിരുന്നു. കർത്താവിന്റെ ഇഷ്ടം ഞാൻ കർത്താവിന്റെ വേല ചെയ്യണം ആയതിനാൽ കർത്താവ് അതിനുവേണ്ടി മുഖാന്തരങ്ങൾ ഒരുക്കി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ പഠന ശേഷം ഉടൻ തന്നെ എനിക്കൊരു വിവാഹാലോചന കടന്നു വന്നു. കർത്താവിന്റെ ദാസൻ MC ഡാനിയൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് തന്റെ വീട്. വിവാഹത്തിന് മുമ്പ് തന്നെ താൻ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ടീം പ്രവർത്തനത്തിലായിരുന്നു. പഞ്ചാബ്, UP, ജമ്മു കാശ്മീർ, പാലംപൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊരു മോനുണ്ട്. മോന്റെ പേര് ജോഷുവ. മോന്റെ ഭാര്യയുടെ പേര് ഫേബ. രണ്ട് കൊച്ചുമക്കളുണ്ട്. കൊച്ചുമോൻ ജോസഫ്, കൊച്ചുമോൾ സാറ. അവർ കുടുംബമായി അവർ പഞ്ചാബിൽ ലുധിയാനയിൽ പഞ്ചാബ് ബൈബിൾ കോളേജിൽ ടീച്ചറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. എനിക്ക് ശരീരമായിട്ട് അസ്വസ്ഥതയൊക്കെ ഉണ്ട്. കാരണം ഒരാഴ്ചയായി ഞാൻ പനിയൊക്കെ ആയിട്ട് ഇരിപ്പാണ്. ഇതുവരെ ശരിക്കും മാറിയിട്ടില്ല. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പിന്നെ ഞങ്ങൾ പ്രവർത്തനത്തിനായി ഊന തെരഞ്ഞെടുക്കുവാനുള്ള കാരണം റോമാലേഖനം 15-ാം അധ്യായം 20-ഉം 21-ഉം വാക്യം വായിക്കുമ്പോൾ, ഞാൻ മറ്റൊരുത്തന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ ഞാൻ അഭിമാനിക്കുന്നത്. കർത്താവിന്റെ ദാസന്റെ ഒരു പ്രത്യേക ദർശനമായിരുന്നു. ഇന്ന് വരെ സുവിശേഷം കേൾക്കാത്ത ഇടങ്ങളിൽ പോയി കർത്താവിനെ സാക്ഷിക്കുക, കർത്താവിന്റെ കാര്യം അറിയിക്കുക എന്നുള്ള തന്റെ ഒരു ആഗ്രഹമായിരുന്നു. താൻ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം താൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ദർശനം താൻ പ്രാപിക്കുകയും അങ്ങനെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സുവിശേഷം കടന്നു വരാത്ത ഇടങ്ങളിൽ പോയി പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹം തനിക്കുണ്ടായി. അങ്ങനെയാണ് ഉന ജില്ല തെരഞ്ഞെടുക്കുവാൻ കാരണമുണ്ടായത്. ഉന ജില്ല എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിന്റെ 12 ജില്ലകളിൽ ഒരു ജില്ലയാണ് ഉന. ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ തന്നെ ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്നത് ദേവീദേവന്മാരുടെ ഭൂമി എന്നാണ്. മറ്റുള്ള യാതൊരു വിധമായ മറ്റു സ്റ്റേറ്റുകാരൊന്നും അവിടെ വരുവാനോ അതുപോലെ തന്നെ അവിടെ ഒരു സ്ഥലം വാങ്ങിക്കുവാനോ അവരുടെ ഗവൺമെന്റ് ജോലികളൊന്നും അവർക്ക് കൊടുക്കത്തില്ല. അങ്ങനെ അവരുടെ ദേവീദേവന്മാരെ ആരാധിക്കുന്ന ഒരു ഭൂമിയാണ്. അവിടെ മറ്റുള്ളവരൊന്നും കടന്നു വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അതുമാത്രമല്ല, കോൺഗ്രസ് സർക്കാർ നിലവിലിരിക്കുമ്പോൾ തന്നെ മതനിരോധന ബില്ല് പാസാക്കിയ ഒരു സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ പ്രവർത്തനം വളരെ ദുർഘടം പിടിച്ചതാണ്, വളരെ പ്രയാസമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ കടന്നു വരുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യക്ക് കടന്നു വരുമ്പോൾ നോർത്ത് ഇന്ത്യ എന്താണെന്നോ നോർത്ത് ഇന്ത്യയുടെ പ്രവർത്തനം എന്താണെന്നോ ഇവിടുത്തെ സ്ഥിതികൾ എന്താണെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ഇത്ര മാത്രമേ അറിയത്തുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയില് അവിടെ ആളുകളുടെ ആഹാരം നമ്മുടെ കേരളത്തിലെ ആഹാരം പോലെയല്ല. അവിടുത്തെ ജീവിത രീതി വേറെയാണ്.
ഇവിടുത്തെ ഭാഷ ഹിന്ദിയാണ്. ഇതൊക്കെ അറിയാം. പക്ഷെ ഇവിടെ കടന്നു വരുമ്പോൾ ഹിന്ദി എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രസ്സ്, ആഹാരം ഇതൊക്കെയും വളരെ ബുദ്ധിമുട്ടായി തോന്നി. ആദ്യമായിട്ട് ഞങ്ങൾ പൂനെയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 1984 ഒരു മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസം 10-ാം തീയതിയാണ് പൂനെയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ദേവദാസൻ ഒറ്റയ്ക്കാണ് ഇവിടെ കടന്നു വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞാനും എൻ്റെ മോനും, മോൻ അന്ന് 8 മാസം പ്രായമുണ്ട് ഉള്ള കുഞ്ഞാണ്, ആ കുഞ്ഞുമായിട്ട് ഇവിടെ കടന്നു വരുന്നത്. കടന്നു വരുമ്പോ ഇവിടെ നല്ല തണുപ്പിന്റെ സമയമാണ്. ഒരു നവംബർ മാസത്തിലാണ് ഇവിടെ ആദ്യമായി കടന്നു വരുന്നത്. അപ്പോ ഇവിടുത്തെ നവംബർ മാസത്തിലെ ഇവിടുത്തെ തണുപ്പിനെ കുറിച്ചോ ചൂടിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സമയത്താണ് ഇവിടെ കടന്നു വന്നത്. ഇവിടെ കടന്നു വന്നപ്പോ ചൂടിൻ്റെതായ യാതൊരു വസ്ത്രങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വന്ന് ഇവിടെ വന്ന് വരുമ്പോഴാണ് അറിഞ്ഞത്, ഇവിടെ അന്ന് ദേവദാസിന് ഒരു റൂം എടുത്തിട്ടാണ് വന്നത്. ആ റൂം എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു റൂം, അതിന്റെ അകത്ത് കിച്ചൺ ഇല്ല, അതുപോലെ ബാത്റൂം ഇല്ല, വെള്ളത്തിന് സൗകര്യം ഇല്ല, ഒന്നും സൗകര്യം ഇല്ലാത്ത ഒരു ചെറിയ ഒരു റൂം. ലൈൻ പോലെ ഇങ്ങനെ 5-8 റൂം ഇങ്ങനെ ഉണ്ട്. അവിടെ പലരും ഓരോരുത്തരും ഇങ്ങനെ പല കച്ചവടക്കാരും താമസിക്കുന്ന സ്ഥലമാണ്. അതിന്റെ അടുത്ത് തന്നെയാണ് ഒരു റൂം. പക്ഷെ അന്ന് എനിക്കിതൊന്നും അറിയത്തില്ല. കാരണം അതിന്റെ ഭാഷയോ ഇവര് പറയുന്നതോ ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല. ഞങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുതിരേനെ കെട്ടുന്ന ഒരു റൂമിന്റെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. എപ്പോഴും കുതിരയുടെ നാറ്റവും കുതിരയുടെ ചവിട്ടും അതിന്റെ ഒച്ചയും അല്ലാതെ വേറെ ഒന്നും അവിടെ കേൾക്കാനില്ലായിരുന്നു. അങ്ങനെ നവംബർ മാസത്തിൽ വന്നു. ഡിസംബർ മാസത്തില് ഒരു ഇവിടെ തണുപ്പ് ആരംഭിക്കുമ്പോഴും ഒരു 3-4 ദിവസം മഴ പെയ്യും, തണുപ്പ് മാറുമ്പോഴും 3-4 ദിവസത്തെ മഴയുണ്ടാവും. നിന്നും പെയ്യുന്ന ഒരു മഴയാണ്. അങ്ങനെ പെട്ടെന്ന് ഡിസംബർ മാസത്തില് തണുപ്പിന്റെ സമയമാണല്ലോ, ഒരു 3 ദിവസത്തെ മഴ അങ്ങ് പെയ്തു. അപ്പൊ ഞങ്ങൾ താമസിച്ച വീട് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു. അതിന്റെ മുകളിൽ ഇങ്ങനെ ഇഷ്ടിക നിരത്തിയിട്ട് മണ്ണിട്ട് നികത്തിയ വീടായിരുന്നു. ആ മഴയുടെ ആധിക്യത്തെ വെള്ളമെല്ലാം നിന്ന് താഴേക്ക് ഇഷ്ടികയും വെള്ളമെല്ലാം പെട്ടെന്ന് താഴേക്ക് ഇടിഞ്ഞു വീണു പോന്നു. അത് ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ പരിപാലനം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ദേഹത്ത് വീണില്ല. ഞങ്ങളൊരു സൈഡിൽ ഒരു ഫോൾഡിന്റെ കട്ടിലിട്ട് അവിടെ ഞാനും എൻ്റെ കുഞ്ഞും അവിടെ കിടക്കുമായിരുന്നു. കർത്താവിന്റെ ദാസനെ ബൈബിൾ വായിക്കുന്ന സമയത്താണ് അങ്ങനെ വീണത്. കർത്താവിന്റെ പരിപാലനം അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തില് അത് ഞങ്ങളുടെ ദേഹത്ത് വീഴുകയായിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കാമായിരുന്നു. രാത്രി മുഴുവൻ ഞങ്ങൾ ഇരുന്ന് നേരം വെളുപ്പിച്ചു. കാരണം റൂം നിറച്ച് വെള്ളവും ചെളിയും മണ്ണും ഇഷ്ടികയും എല്ലാം വീണ് കിടക്കുകയാണ്. അങ്ങനെ വളരെ പ്രയാസത്തിൽ കൂടി നേരം വെളുക്കുമ്പം അയൽപക്കത്തുള്ള ആളുകളെല്ലാം വന്ന് നോക്കി. അന്നേരം അവർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോ ദേവദാസൻ ഈ ട്രാക്റ്റും ഗോസ്പലും ഒക്കെ ഓരോ സ്ഥലത്തും അന്ന് ഉള്ള കടകളിലെല്ലാം കയറി എല്ലാവരുമായി പരിചയപ്പെട്ട് അങ്ങനെ കൊടുക്കും. അപ്പൊ ഒരു സർദാർജി, ഒരു പ്രായമുള്ള ഒരു സർദാർജി, പുള്ളി അറിഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ മുറി ഇങ്ങനെ വീണെന്ന്. പുള്ളി ഓടി വന്ന് എന്തോ ഒക്കെ പറഞ്ഞു. ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് പുള്ളി പറഞ്ഞതൊക്കെ എന്താന്നുള്ള കാര്യം. പുള്ളിക്ക് ഒത്തിരി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പുള്ളി പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂമും ഒരു അടുക്കളയും പെട്ടെന്ന് തന്നെ ഒരു 3 മാസത്തിനകം പുള്ളി ഞങ്ങൾക്ക് അത് പണിത് തന്ന് അവിടെ ഞങ്ങൾ താമസം ആരംഭിച്ചു. അതിന്റെ കുറച്ച് 1 കിലോമീറ്റർ ദൂരെ പണിത് തന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവദാസൻ രാവിലെ എന്നും ഗോസ്പൽ പാക്കറ്റും ഒക്കെ ആയിട്ട് രാവിലെ പോകും. വൈകുന്നേരം ഒരു 9-10 മണിയാവുന്ന വരെ ഇതെല്ലാം കൊടുക്കും. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷമാണ് മടങ്ങി വരുന്നത്. നടന്നാണ് പോകുന്നത്. കാരണം ഉന്നാവ് ജില്ലയില് ഇവിടെ അന്വേഷിച്ചപ്പോ ഒരു ക്രിസ്ത്യാനികളോ ഒരു വിശ്വാസിയോ ആരുമില്ലാത്ത ഒരു സ്ഥലമാണ്. എവിടെയെല്ലാം ഗ്രാമങ്ങളിൽ പോയി അന്വേഷിച്ച ഒരു ക്രിസ്ത്യാനിയെ പോലും കാണാനില്ല, ഒരു വിശ്വാസിയെ പോലും കാണാനില്ല, ആരുമില്ല. വിവിധ മതസ്ഥരാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 100% ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അന്നെന്ന് വെച്ചാൽ ഗ്രാമത്തിന്റെ പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമത്തിലുള്ളവർക്കൊന്നും വിദ്യാഭ്യാസമില്ല. വളരെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും ആരോട് ചോദിച്ചാലും അവർക്ക് വിദ്യാഭ്യാസമില്ലാത്ത കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളതൊക്കെ. അതുപോലെ തന്നെ അവർക്ക് വൃത്തിയോ അതുപോലെ ഒന്നും തന്നെ ആ സമയത്ത് ഇല്ലാത്ത ഒരു സമയമാണ്.
അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും അവിടെ കടന്നു പോകുന്നു, അവരെ കാണുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നു ആ സമയത്ത്. ആ സമയത്ത് കടന്നു വന്ന് പിന്നെ പെട്ടെന്ന് കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ ആഹാരം, ഇതൊക്കെ എന്നെയും ബാധിച്ചു. ഞാൻ രോഗിയായി തീർന്നു. രോഗിയായി തീർന്നപ്പോൾ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെയായപ്പോ പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു. 2 വർഷത്തിന് ശേഷം കേരളത്തിൽ കടന്നുപോയി. അതിനുശേഷം ആ സമയത്ത് ദേവദാസന്റെ അമ്മച്ചിയും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ച് അവിടെ ചെന്നിട്ട് ദേവദാസൻ പിന്നെയും എറണാകുളത്ത് കാക്കനാടുള്ള ഒരു ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ പിന്നെയും പഠിക്കാനായിട്ട് പോയി. പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയി. അതോടൊപ്പം തന്നെ കൊച്ചിയില് കടമക്കുടി എന്ന് പറഞ്ഞൊരു ദ്വീപില് കർത്താവിന്റെ വേലയിലായിരുന്നു. ആ സമയത്തും തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ നോർത്ത് ഇന്ത്യ വചനം കേൾക്കാത്ത ഇടങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുക എന്നാണ് എന്റെ വിളി. ഇവിടെ ഇഷ്ടം പോലെ ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്, കർത്താവിനെ അറിയുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എന്നാ എന്റെ വിളിയും ദർശനവും കേൾക്കാത്ത ഇടങ്ങളിൽ പോവുക എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ വേണമെങ്കിലും പോരാം, ഉന ജില്ലയിൽ ഞാൻ പോരത്തില്ല. കാരണം ഉന ജില്ലയിൽ 2 വർഷം താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാ കാര്യങ്ങളൊക്കെ. വേറെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഞാൻ പോരാം. അപ്പൊ എനിക്കറിയത്തില്ല നോർത്ത് ഇന്ത്യ എല്ലാം ഒരേപോലെയാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ തിരിച്ച് ഞങ്ങള് 1988 ജൂൺ മാസം 16-ാം തീയതി പിന്നെയും നോർത്ത് ഇന്ത്യക്ക് കടന്നു വന്നു. നോർത്ത് ഇന്ത്യക്ക് കടന്നു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിയണേ ഞങ്ങൾ പിന്നെയും ഞങ്ങളൊരു സംഘടനയുടെ കൂടെയാണ് വന്നത്. ആ സംഘടനക്കാരൻ ഞങ്ങളെ ഉന്ന ജില്ലയിലേക്കാണ് അയച്ചു തന്നത്. അപ്പൊ ഓർത്തു, കർത്താവെ അങ്ങയുടെ ഹിതമായിരിക്കും, അല്ലെങ്കിൽ പിന്നെയും രണ്ടാമതേയും ഈ പ്രദേശത്തേക്ക് അയച്ചല്ലോ, അങ്ങയുടെ ഹിതമാണെന്ന് ഓർത്തു രണ്ടാമതേയും ഉനയിൽ കടന്നു വന്നു. ഉനയിൽ കടന്നു വന്നപ്പോഴാണ് വന്നു ഒരു വീട് അന്വേഷിക്കുകയോ എവിടെ താമസിക്കുമെന്നോ ഒന്നും ചിന്തിക്കാതെയാണ് ഇവിടെ കടന്നു വന്നത്. അന്ന് ഞങ്ങളുടെ മോന് 4 വയസ്സ് പ്രായമായി. ആ ആ സമയത്ത് ഇവിടെ വന്നപ്പോ മനസ്സിലായി ഇനി എവിടെ പോയി താമസിക്കും, എങ്ങനെ ജീവിക്കും. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിന്റെ തൊട്ട് 25 കിലോമീറ്റർ ദൂരെ പഞ്ചാബിനോട് ചേർന്ന് നങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ബ്രദർ PG വർഗീസ് സാറിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അവിടെ പോയി താമസിക്കാന്ന് പറഞ്ഞു. 1 മാസം അവിടെ പോയി താമസിച്ചു. അവിടെ പോയി താമസിച്ച് ഡെയിലി അവിടെ നിന്ന് ഉനയ്ക്ക് വീട് അന്വേഷിച്ച് വരും. പക്ഷെ വീട് എങ്ങും കിട്ടിയില്ല. വീട് കിട്ടാതെ നടന്ന് മടുത്തു. 1 മാസം അവരുടെ വീട്ടിലൊക്കെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ഒരു വ്യക്തിയുടെ വീട്ടിലൊക്കെ 1 മാസം താമസിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ സാഹചര്യമല്ല അന്നത്തെ സാഹചര്യം. അന്ന് എല്ലാവരും വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങയുടെ ഹിതമാണെങ്കിൽ ഒരു വീട് എവിടെയെങ്കിലും കാട്ടിത്തരണേന്ന് പറഞ്ഞ് ദേവദാസൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്നു. അന്നേരം ഞാൻ ഇപ്പൊ താമസിക്കണേ പൂനെയില് റക്കഡ് കോളനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ സ്ഥലം ആകെ ഒരു വളരെ കാട് പിടിച്ചു കിടന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒന്നും ഒരു മനുഷ്യവാസം ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു ഈ സ്ഥലം. ഈ സ്ഥലത്ത് ഒരു റോമൻ കാത്തലിക്കിന്റെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അന്ന് 5-ാം ക്ലാസ് വരെയുള്ളൂ. ആ സ്കൂളും അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഈ കാടിന്റെ അകത്ത് ഒരു വീട് കിടക്കുന്ന കണ്ടു. ആ വീട് കിടന്നപ്പം ദേവദാസൻ ഇവിടെ അടുത്തുള്ള ഒരു പുള്ളിയോട് ചോദിച്ചു, ഇത് ആരുടെ വീടാ? അപ്പൊ അവർ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചു. വാടകയ്ക്ക് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ വീട്ടുകാരെ പോയി കണ്ടപ്പം അവരും വളരെ അത്ഭുതമായി. ഈ കാടിന്റെ അകത്ത് ആര് വന്ന് താമസിക്കാനാ? നിങ്ങൾ എവിടെ നിന്ന് വന്നതവർ? പിന്നെ നമ്മൾ മലയാളിയാന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളി ഒരു മിലിറ്ററിക്കാരനായ കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായി. അവര് പറഞ്ഞു നിങ്ങൾ താമസിച്ചോളാം പറഞ്ഞു. അങ്ങനെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നമ്മളെ കാട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനുശേഷം അവിടെ താമസിച്ചു. ആൾക്കാർക്കൊക്കെ വലിയ അത്ഭുതമായി. ഇവര് എങ്ങനെ ഇവിടെ താമസിക്കുന്നു? ഞങ്ങൾ അതെല്ലാം വൃത്തിയാക്കി അവിടെ ചെടിയൊക്കെ വെച്ച് നല്ല സുന്ദരമാക്കി. അവിടെ ഇന്നിപ്പോ ഈ സ്ഥലം ഹിമാചൽ പ്രദേശിലെ ഏറ്റവും നമ്പർ 1 സ്ഥലമായിരിക്കുകയാണ്. ഈ സ്ഥലം ഒരു താമസമില്ലാത്ത സ്ഥലമായിരുന്നു. അങ്ങനെ സ്ഥലത്ത് ഈ സ്കൂളും ഇപ്പൊ വലിയ സ്കൂളായി. അങ്ങനെ ഇവിടെ ഇപ്പം ഭയങ്കര പുരോഗതി പ്രാപിച്ചു വന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോ ആ സമയത്ത് ON ടീമുകാർ കടന്നു വന്നു. അതുപോലെ തന്നെ PTL ടീം കടന്നു വന്നു, GFA ടീം കടന്നു വന്നു.
അതുപോലെ കേരളത്തിൽ നിന്ന് പല ബൈബിൾ കോളേജിൽ നിന്നും പല കുഞ്ഞുങ്ങളും കടന്നു വന്ന് എവിടെയെല്ലാം എത്തിപ്പെടാവോ അവിടെയെല്ലാം ഗ്രാമങ്ങളിലെല്ലാം പോയി സുവിശേഷം അറിയിച്ചു, ഗോസ്പലുകൾ കൊടുത്തു, ട്രാക്റ്റുകൾ കൊടുത്തു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി. പക്ഷെ അന്നും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ടീം പ്രവർത്തനത്തിൽ വന്നപ്പോ പലരെയും ആ തല്ലിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 3-4 കുഞ്ഞുങ്ങൾ വന്നപ്പോ അവരെയൊക്കെ തല്ലിയിട്ടുണ്ട്. ഇവിടെ തല്ലിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ എന്താ പറഞ്ഞ ഗോസ്പലും അതെല്ലാം മേടിച്ച് വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ട്. PTA ടീം വന്നപ്പോ അവരെ വണ്ടി കത്തിച്ച് കളയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ മാധ്യമങ്ങളോ ഇതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം ആർക്കും അറിയത്തില്ല. ഇന്നാണെങ്കിൽ ഒരു ചെറിയ ഒരു കാര്യം ഉണ്ടായാൽ ഉടൻ തന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ സംഭവിച്ചു എന്ന്. ആ കാലങ്ങളിലൊക്കെ കർത്താവ് എല്ലാവരെയും പരിപാലിച്ചു. പോയ ഇടങ്ങളിലെല്ലാം അന്ന് വിശ്വാസികളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എവിടെയെല്ലാം കടന്നുപോയി പ്രവർത്തിച്ചോ ഇന്ന് അവിടെ എല്ലാം വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കൃപ എത്രയും വലുതാണ്. പലപ്പോഴും ഈ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കും നാം എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് 88-ൽ കടന്നു വന്നപ്പോൾ കേരളത്തിലുള്ള ഒരു സംഘടനയുടെ കൂടെയാണ് കടന്നു വന്നത്. അവർ മുഖാന്തരം ഇവിടെ കടന്നു വന്നു. ഇവിടെ വന്ന് 2 വർഷം കഴിഞ്ഞപ്പം അവർ നമ്മളോട് പറഞ്ഞു, ഞാൻ സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല, ആ സംഘടന പറഞ്ഞു നിങ്ങൾ ഒരു 10 പേരെ സ്നാനപ്പെടുത്താൻ കൊണ്ടുവരണം എന്ന് പറയും കേരളത്തിലേക്ക്. 10 പേര് പോയിട്ട് ഒരു വ്യക്തി പോലും നമുക്ക് കിട്ടിയില്ല. ഒരു കയറി ഇരിക്കാൻ പോലും ഒരു ഭവനം പോലും ലഭിച്ചില്ല ഇവിടെ. അപ്പൊ അവര് പറഞ്ഞു ഇനി നിങ്ങള് ഇവിടെ നിൽക്കേണ്ട കേരളത്തിലേക്ക് തിരിച്ചു പോന്നാളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും ഇവിടെ നേടിയിട്ട് തിരിച്ചു പോകത്തുള്ളെന്ന് തീരുമാനമെടുത്തു പ്രാർത്ഥിച്ചു. അങ്ങനെ അവര് പെട്ടെന്ന് ഞങ്ങളുടെ സപ്പോർട്ട് നിർത്തി. ഞങ്ങൾക്ക് പിന്നെ ഒരു വരുമാനമില്ലാതെയായി, സഹായിപ്പാൻ ആരുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോയി. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ മോന് സ്കൂളിൽ അഡ്മിഷൻ മേടിക്കണം. ഞങ്ങൾ ഊനയിൽ വരുമ്പോ ഞങ്ങളുടെ കയ്യില് എല്ലാം കഴിഞ്ഞ് 89 രൂപ മാത്രമുണ്ട് ഞങ്ങളുടെ കയ്യില്. ആ 89 രൂപ കൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞിന് അഡ്മിഷനും എല്ലാം കൂടി ഓർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോ അവിടെ സ്കൂളിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ മോന് അഡ്മിഷൻ തരണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജോലി, നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യുവാന്നൊക്കെ ചോദിച്ചപ്പോ ആ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ സുവിശേഷ വേലക്കാരൻ എന്ന് പറഞ്ഞപ്പോ അച്ഛന് വളരെ വിരോധമായി. അച്ഛൻ പറഞ്ഞു നിങ്ങൾ പണിയെടുക്കത്തില്ല, പണിയെടുക്കാതെ സ്തോത്രം പറഞ്ഞു നടക്കുകയാണ്, സ്തോത്രം പറഞ്ഞു നടന്നാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമോ, പൈസ ഇല്ലാതെ എങ്ങനെ അഡ്മിഷൻ തരണേ. അങ്ങനെ നമ്മളെ ഒത്തിരി കളിയാക്കിയൊക്കെ അച്ഛൻ അങ്ങ് പറഞ്ഞു വിട്ടു. പക്ഷെ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ അങ്ങയുടെ ഹിതമാണെങ്കിൽ അഡ്മിഷൻ കിട്ടണം, അല്ല അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു മോനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മോൻ അവിടെ അഡ്മിഷൻ കിട്ടി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്, മനുഷ്യന്റെ കരമല്ല. ദൈവത്തിന്റെ കരം ആർക്കും തടുക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ ഈ സംഘടനക്കാര് ഞങ്ങളെ വിട്ടുകളഞ്ഞപ്പോ അച്ഛൻ തന്നെ വിളിച്ച് എന്റെ ദൈവദാസനോട് പറഞ്ഞ്, ദാനിയേലെ ഒരു കാര്യം ചെയ്യ, നിന്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണല്ലോ, ഒരു കാര്യം ചെയ്യ്, ഈ സ്കൂളിലേക്ക് വിട്, ഞങ്ങൾക്ക് ഓഫീസിൽ ഒരു സ്റ്റാഫ് വേണം, ഞങ്ങൾക്ക് വിശ്വസ്തരായ ഒരു സ്റ്റാഫ് വേണം എന്ന് പറഞ്ഞ് എന്നെ സ്കൂളിലേക്ക് വിളിച്ച് ഞാൻ ആ സ്കൂളിൽ പോയി 2 വർഷം ജോലി ചെയ്ത്. പ്രിയമുള്ളവരെ, കാരണം പലപ്പോഴും നമ്മളെ അപമാനിച്ചവര്, നമ്മളെ നിന്ദിച്ചവര്, അവര് പിന്നെ നമ്മളെ വിശ്വസ്തരായി എണ്ണി. അവിടെ 2 വർഷം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ അവിടുന്ന്, അവര് എന്നെ വിടത്തില്ലായിരുന്നു, ഞാൻ അവിടുന്ന് മാറുകയാണ് ചെയ്തത്. കാരണം പല കാര്യങ്ങളും എനിക്ക് അവിടെ അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്ത ഒരു കാര്യമായി. ഓഫീസിലെ വർക്കൊക്കെ ആണല്ലോ. അപ്പൊ ഞാൻ അവിടുന്ന് മാറി. അപ്പൊ ഞാൻ അവിടുന്ന് മാറിയ ഉടൻ തന്നെ ദൈവം എനിക്ക് വേണ്ടി പിന്നെയും വഴി തുറന്നു. കാരണം ഞാൻ അവിടെ ഓഫീസ് സ്റ്റാഫ് ആയിരിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ ട്യൂഷന് വേണ്ടി വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചു. 2000 വരെ ഞാൻ കുഞ്ഞുങ്ങളെ ട്യൂഷൻ എടുത്ത് ഞങ്ങൾ പഠിപ്പിച്ചു. ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനത്തെ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തില് 88-ൽ ഇവിടെ കടന്നു വന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് കടന്നു പോകുന്നത്. കാരണം പോകാൻ പൈസയില്ല, സാഹചര്യം ബുദ്ധിമുട്ട്, മാതാപിതാക്കളെ കാണാനുള്ള താല്പര്യമുണ്ട്, പക്ഷെ പോകാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും നാട്ടിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നുപോയത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാതാപിതാക്കൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു.
അതിന്റെ പിന്നെ അതുപോലെ കർത്താവിന്റെ ദാസന്റെയും മാതാപിതാക്കള് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. സ്വന്തക്കാര് പലരും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. അവരൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു സുഖത്തിലോ ദുഃഖത്തിലോ ഒന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ട് ജീവിതത്തില് പലവിധമായ പ്രശ്നങ്ങളെ തരണം ചെയ്തു വന്നു. പലപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, പലപ്പോഴും ഞങ്ങളൊക്കെ കടന്നു വന്ന സമയത്ത് പറയുകയാണെങ്കിൽ ഒരു മാസങ്ങളോളം ഒരു നേരത്തെ ആഹാരം കഴിച്ച് ജീവിച്ച സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പറയുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പ് മേടിക്കാൻ അന്ന് 50 പൈസ വിലയുള്ളൂ. അതുവരെ ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് വഴിയിൽ കിടന്ന് കിട്ടി അതെടുത്ത് ഉപ്പ് വാങ്ങിച്ച സമയമുണ്ട്. ഇപ്പൊ കേൾക്കുന്നവർ ഓർക്കും ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ഓർക്കും. പക്ഷെ ഇന്ന് സുവിശേഷ വേലയൊക്കെ ഇറങ്ങുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ ആദ്യമൊക്കെ ഇറങ്ങിയവരെ ജീവിതത്തില് എന്തോരം കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല, അതുപോലെ ഒരു നല്ലൊരു മെത്തയില്ല. ഞങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോ ഗോസ്പൽ പാക്കറ്റ് അന്ന് ചാക്കാണ്. ആ ചാക്ക് ഞങ്ങൾ എടുത്തിട്ട് അതിന്റെ മുകളിൽ തുണി വെച്ച് തുന്നി എടുത്തിട്ട് കിടക്കയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെയും ഒരു മാറ്റം തന്നു. പക്ഷെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പലപ്പോഴും എന്റെ മോന് സ്കൂളിൽ ഫീസ് ഇല്ലാതിരുന്നപ്പോൾ ഫീസ് എത്രയാണ് കൊടുക്കേണ്ടത് അതനുസരിച്ച് കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഏലിയാവിനെ പോറ്റിയവനായ കർത്താവ് പല പ്രാവശ്യവും ഞങ്ങളെയും പോറ്റിയിട്ടുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികളെയും എത്രമാത്രം വർണ്ണിച്ചാലും മതി വരാത്തതാണ്. ഈ സമയം ഞാൻ ഓർക്കുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാണെന്ന്. ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ ഈ സമയം കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർക്കും. ഇവിടെ ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി എത്രയോ പേർ വിശ്വാസത്തിൽ കടന്നു വന്ന് കിടപ്പ് രോഗികൾ സൗഖ്യമായി, ക്യാൻസർ രോഗികളെ സൗഖ്യമായി, അതുപോലെ തന്നെ HIV ബാധിച്ചവര് അവരും സൗഖ്യമായി. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ നടക്കുവാൻ തുടങ്ങി. പലരും വിശ്വാസത്തിൽ കടന്നു വന്നു. എത്ര വിശ്വാസത്തിൽ ജനങ്ങൾ കടന്നു വന്നു, അത്രമാത്രം പ്രതികൂലങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായി. പല വിശ്വാസികൾ കടന്നു വന്ന് സ്നാനപ്പെടുവാൻ തയ്യാറെടുക്കുമ്പോൾ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. വിശ്വാസികൾ അവിടെ ഒന്ന് പിന്മാറിപ്പോകും. ഇവിടുത്തെ പ്രവർത്തനം അങ്ങനെയാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ കടന്നു വരുന്നവര് നിലനിൽക്കുന്നത് വളരെ കുറവുള്ളൂ. അധികം ഇവിടുത്തെ ആൾക്കാർ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത്. രോഗസൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അവര് കുറച്ചു നാൾ നിലനിൽക്കും. അതിനുശേഷം അവരുടെ സ്വന്തക്കാരോ ചർച്ചക്കാരോ ഒക്കെ അവർക്ക് വിരോധികളാകും. അവര് പിന്നെയും മടങ്ങിപ്പോകും. കാരണം പ്രിയമുള്ളവര്, അവരൊക്കെയും വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ ഇവരെന്താ പറയണെന്ന് അറിയോ? അവരുടെ സ്വന്തക്കാർ തന്നെ പറയുന്നത് ഇവര് മുസ്ലിം ആയെന്നാണ് പറയുന്നത്. മുസ്ലിം, അവർക്ക് ക്രിസ്ത്യൻ അറിയത്തില്ല, മുസ്ലിം എന്നാണ് പറയുന്നത്. മുസ്ലിമായി പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഒരു വെള്ളം വരെ അവർ കുടിക്കുക. സ്വന്തക്കാര്, അവരുടെ മക്കളായിരിക്കാം, എന്നാലും അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വരെ കുടിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ വളരെ പ്രതികൂലങ്ങളിൽ കൂടെയാണ് ഇവിടുത്തെ വിശ്വാസത്തിൽ കടന്നു വരുന്ന ജനം മുൻപോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പലരും വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവർക്ക് ഗ്രാമക്കാർ അവർ മിണ്ടത്തില്ല. അവർക്ക് ഞങ്ങളുടെ 2 ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും കയറി പോകാൻ പറ്റത്തില്ല, അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. അവരുടെ കുറെ പേരെല്ലാം വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. കുറച്ചു പേരൊക്കെ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അവിടെ പാടുവാനോ ആരാധിക്കുവാനോ അവിടെ വലിയൊരു പ്രാർത്ഥന വെക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഞങ്ങൾ ഇവിടെ തന്നെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു പരിധിയുണ്ട്. ഞങ്ങൾക്ക് അധികം കൈയടിച്ച് പാടുവാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഹിമാചൽ പ്രദേശില്. ഹിമാചൽ പ്രദേശ് 12 ജില്ലയില് 3 ജില്ലയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലം. 1 ഉന ജില്ല, 2 ഹമീർപൂർ, 3 ബിലാസ്പൂര്. ഈ 3 ജില്ലയിലുമാണ് വളരെ കൂടുതൽ പ്രതികൂലവും കുറച്ച് വിശ്വാസികളും ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ RSS BJPയുടെ കോട്ടയാണ് ഈ 3 ജില്ലയിലും. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഈ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ വിശ്വാസികൾ തന്നെ ഇന്ന് പല സ്ഥലങ്ങളിലും അവരും ദൈവദാസന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാനും ദൈവദാസന്മാരെ വാർത്തെടുക്കുവാനും കർത്താവ് സഹായിച്ചു. ഇവിടുത്തെ പ്രവർത്തനം വളരെ ശക്തമായി പോയ സമയത്താണ് 2013 കർത്താവിന്റെ ദാസന് ഒരു അപകടമുണ്ടായി. താൻ താൻ ബൈക്കിൽ പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് വലിയൊരു ട്രക്ക് വന്ന് തന്റെ ബൈക്കിന്റെ മീതെ കയറുകയും തന്നെ കുറച്ചു ദൂരം വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. വലിച്ചുകൊണ്ട് പോയി അതിനുശേഷം തന്റെ വലതുകാല് പൂർണ്ണമായിട്ടും അതിന്റെ മാംസം മുഴുവൻ അങ്ങ് പോയി, എല്ല് മാത്രമായി തീർന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെന്റിനായിട്ട് ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെന്റ് നടത്തിയത്. ഡോക്ടർമാർ കണ്ടപ്പോഴേ പറഞ്ഞു, ഈ വ്യക്തി ഒരിക്കലും എണീച്ച് നടക്കത്തില്ല, 2.5 വർഷം തന്നെ കിടക്കേണ്ട വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥാനത്ത് അനേകരുടെ പ്രാർത്ഥന, കോട്ടയായിരുന്നു 9ാം മാസത്തിൽ താൻ കാല് കുത്തി നിൽക്കാൻ തുടങ്ങി. അതിനുശേഷവും തനിക്ക് ആരോടെങ്കിലും ഒരു ദിവസം സുവിശേഷം അറിയിക്കണം എന്ന് തന്റെ ഒരു ആഗ്രഹമാണ്. കാല് വയ്യാതിരുന്നപ്പോഴും താൻ ഒരു വിശ്വാസിയുടെ കൂടെ ഗ്രാമം ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുമായിരുന്നു. അല്ലെങ്കിൽ താൻ എങ്ങനെ സുവിശേഷം അറിയിക്കാമോ അതിനുള്ള എല്ലാ മുഖാന്തരങ്ങളും ചെയ്യും. ട്രാക്റ്റ് അടിച്ച് ന്യൂസ് പേപ്പറുകാരന് പൈസ കൊടുത്ത ന്യൂസ് പേപ്പറിന്റെ അകത്ത് ട്രാക്റ്റ് വെച്ച് കൊടുത്ത സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് റോഡാണ്. റോഡിൽ ആരെങ്കിലും പോകുകയാണെങ്കിൽ അവരെ വിളിച്ചു കയറ്റിയിരുന്ന് സംസാരിച്ച് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരോട് സുവിശേഷം പറയും. അതിനെങ്ങനെയെങ്കിലും ഒരു മുഖാന്തരം കണ്ടുപിടിച്ച് ഒരു ദിവസം ഒരു ആ വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയണം എന്ന് തന്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ കാല് ആക്സിഡന്റ് ആയി. അതിനുശേഷം പല ഓപ്പറേഷനുകളും നടത്തേണ്ടി വന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. ഇതിന് ശേഷം എല്ലാം പ്ലാസ്റ്റിക് സർജറിയുടെ ശേഷം തന്റെ മരുന്നും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവസാനം 2017 തന്റെ കിഡ്നി രണ്ടും ഫെയിലായി എന്നറിയാൻ സാധിച്ചു. അതിനുശേഷം 2018 ഡയാലിസിസ് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുവാൻ തുടങ്ങി. അതിനുശേഷം 2019 ജൂലൈ 16 തീയതി താൻ പ്രിയമച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്നാൽ അതിനുശേഷം ഞാൻ ഈ ഹിമാചൽ പ്രദേശിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. ഞാൻ പ്രവൃത്തിയാണ്, അത് വിട്ടുകളയരുതെന്ന് തന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഈ പ്രദേശത്തായിരിക്കുന്നു. കർത്താവ് ഇവിടെ ചെറിയൊരു കൂടിവരവ് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലേഡീസിന്റെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ 2008 മുതൽ ഞങ്ങൾ ലുധിയാനയിലുള്ള ഓപ്പറേഷൻ അഗപ്പയുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർക്കൊരു ലേഡീസ് ടീമുണ്ട്, ദബോര മിനിസ്ട്രി. ആ ദബോര മിനിസ്ട്രിയോട് കൂടെ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ എന്റെ കൂടെ വേറെയും 1-2 സഹോദരിമാരുണ്ട്. ഞങ്ങൾ ഗ്രാമങ്ങൾ തോറും കടന്നുപോയി സഹോദരിമാരെ ഞങ്ങൾ വചനം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് എഴുതുവാനും വായിക്കാനും അറിയില്ലാത്തവരെ അവരെ എഴുതുവാനും വായിക്കുവാനും ഒക്കെയും പഠിപ്പിക്കുന്നു. ഇതാണ് എന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിന് എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തി 1-2 അത്ഭുത പ്രവൃത്തി ഞാൻ വർണ്ണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കാരണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അപ്രകാരം തന്നെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്. ആര് നമുക്ക് വേണ്ടി കരുതും, ആര് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് നാം ചിന്തിക്കുന്നതായ സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്റെ സാക്ഷ്യം ഈ 2019 ജൂൺ മാസത്തിലെ ഒരു സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ജൂൺ മാസത്തില് ഞങ്ങൾ കർത്താവിന്റെ ദാസന്റെ ഡയാലിസിസ് നടക്കുന്ന സമയമാണ്. ആ സമയം ലുധിയാന മെഡിക്കൽ കോളേജില് ഡയാലിസിന് ഭയങ്കര ചെലവ് കൂടിയതാണ്. അവിടെ ഭയങ്കര ഒരാഴ്ചയിലേക്ക് ചിലപ്പോൾ നമുക്ക് 40,000 രൂപ അതുപോലെ തന്നെ ചെലവൊക്കെ വരും. അങ്ങനെയുള്ള സമയമാണ്. അവസാനം ഡയാലിസിസ് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെയായി. ഒറ്റ പൈസ പോലും ഇല്ലാത്ത ഒരു സന്ദർഭം വന്നു. അപ്പോ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ ഇനി ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഡയാലിസിസ് എന്നുള്ള പൈസ അങ്ങ് നൽകി തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ സമയത്ത്
ഞായറാഴ്ച രാത്രിയാവുമ്പോ എവിടുന്നെങ്കിലും ഫോൺ വരും, ഞങ്ങള് ഇത്ര പൈസ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവസാനം തനിക്ക് ഇൻഫെക്ഷനായി ലിവറിന്. അപ്പോ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അഡ്മിറ്റ് ആക്കാൻ പൈസ കയ്യിലൊന്നുമില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞു സാരമില്ല, ഒരു തമിഴ്നാട്ടുകാരൻ തിമത്തി മാണിക്ക് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു സാരമില്ല, നിങ്ങൾ കൊണ്ടാക്കിക്കോ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇഞ്ചക്ഷനും അതെല്ലാം ഡോക്ടറിന്റെ പൈസയിൽ നിന്ന് തന്നെ എടുത്ത് ഞങ്ങൾക്ക് തരുകയുണ്ടായി. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞത്, ഒരു ദൈവവേലയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ ഇത്രയും ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയപ്പം അതിന് ശേഷം ബില്ല് വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ പൈസ ഒന്നും വേണ്ടെന്ന്, ബില്ല് 5000 രൂപ കൊടുക്കേണ്ട ഒരു സമയം വന്നു പ്രിയമുള്ളവര്. ആ സമയത്ത് എന്റെ കയ്യില് വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടുവാൻ ഒരിക്കലും ഇടയാക്കരുത്, അങ്ങ് തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഡയാലിസിസ് റൂമിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ബില്ല് വന്നു. ദേവദാസൻ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ബില്ല് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓപ്പറേഷൻ ജാക്കപ്പയുടെ ഓഫീസ് അതിന്റെ പുറകിലാണ്, അവിടെ പോയി പറഞ്ഞാൽ മതി, അവര് പൈസ തരുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഓർത്തു, കർത്താവെ, മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് ഞാൻ ഒരിക്കലും കൈ നീട്ടുവാൻ അങ്ങ് ഇടയാക്കരുതേ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അങ്ങ് തന്നെ വഴിയൊരുക്കണം കർത്താവെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സിസ്റ്റേഴ്സ്, റോമൻ കാത്തലിക് സിസ്റ്റേഴ്സ് ആണ്, അവർ രണ്ടുപേര് അവിടെ കടന്നു വന്നു. അവിടെ അവർക്ക് എന്നെ അറിയാം, പക്ഷെ എനിക്ക് അവരെ അറിയത്തില്ല. കാരണം ഞങ്ങളുടെ മുന്നേൽ ഒരു കോൺവെന്റ് ഉണ്ട് സിസ്റ്റേഴ്സിന്റെ. അപ്പൊ അവർക്കറിയാം ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പൊ ആ സിസ്റ്റേഴ്സ് വന്നു, ഞാൻ അവിടെ ഇരിക്കണ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡയാലിസിന് വന്നതാ. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞിട്ട് അവര് തിരിച്ച് എന്റെ അരികെ വന്നു. അപ്പൊ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ വന്നേ? അപ്പൊ പറഞ്ഞു, ഇവര് സിസ്റ്റർ കണ്ണാസ്പത്രി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണാസ്പത്രി താഴെയാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ താഴെ വന്നപ്പോ ഞങ്ങൾക്ക് മോളിലേക്ക് വരണമെന്ന് വലിയൊരു ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം വന്നു, അതിന് വന്നതാന്ന്. അവര് കണ്ടിട്ട് തിരിച്ചുപോയി. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, വഴി ഒരുക്കണമേ. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ആ രണ്ട് സിസ്റ്റേഴ്സ് കടന്നു വന്നു പ്രിയമുള്ളവരെ. അവര് കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇനിയും അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ്. അങ്ങനെ പോയി കണ്ട് അവർ തിരിച്ചു മടങ്ങി പോകുമ്പോൾ അവരൊരു 5000 രൂപ എടുത്ത് കർത്താവിന്റെ ദാസന്റെ കൈ കൊടുത്തിട്ട് അവർ തിരിച്ചുപോയി. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്. കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു വ്യക്തി കടന്നു വരുമെന്നോ, ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നോ, ഒന്നും ചിന്തിക്കാത്ത കാര്യമാണ്. കർത്താവാണ് അവരെ അയച്ചത്, കർത്താവാണ് നൽകിയത്. അങ്ങനെ എത്രയോ കാര്യങ്ങള്. പലപ്പോഴും എന്റെ മോന്റെ ഫീസ് കൊടുക്കാനില്ലാത്ത സമയത്ത്, പലപ്പോഴും സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുമ്പം പലരും ഫീസിനുള്ള പൈസ, എത്ര പൈസ ഫീസ് കൊടുക്കണോ അത്രയും പൈസ നൽകി തന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ കരുതല്, കർത്താവിന്റെ ഹിതം അറിഞ്ഞതാണ് ഇതുവരെയും. കർത്താവ് നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ എത്രമാത്രം ചിന്തിച്ചാലും, എത്രമാത്രം സ്തുതിച്ചാലും, എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും ഒരിക്കലും അത് നമുക്ക് വിട്ടുകളയാൻ സാധിക്കത്തില്ല. കാരണം ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പലപ്പോഴും നാം മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ, മനുഷ്യൻ നമ്മളെ സഹായിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, ദൈവവചനം പറയുന്നത് ദൈവത്തിലേക്ക് ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരുതൽ എത്ര നല്ലവനാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിന്റെ സകല ഭാരങ്ങളും അവനിൽ ഇട്ടുകൊള്ളുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രകാരം ഞങ്ങൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പൂനെ നിന്ന് മടങ്ങി പോകാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ ദൈവവചനം കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ ബലപ്പെടുത്തി കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിന്നൊക്കെ തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്ന്. ഹല്ലേലൂയ. അതിനാൽ ഇതുവരെയും ഇവിടെ പിടിച്ചു നിൽക്കാൻ തക്കോണം കർത്താവ് സഹായിച്ചു. ഇവിടെ ഇതുവരെയും നിലനിർത്തി. പക്ഷെ പ്രവർത്തനത്തെ വെച്ച് നോക്കുമ്പോൾ എത്രയോ പേർ ഹല്ലേലൂയ ദൈവത്തെ കണ്ടവർ
സ്നാനപ്പെട്ടവരൊക്കെ പിന്മാറി പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ വേദനകളുണ്ട്, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേട്ടത് അവർക്ക് നിൽപ്പാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അവരെയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്വന്തക്കാരെതിരാകുന്നു, അവരുടെ മറ്റുള്ളവർ ഗ്രാമക്കാർ എതിരാകുന്നു, അവരെ ഗ്രാമത്തിൽ നിന്ന് ഇറക്കി വിടുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ കടന്നു പോകുന്ന ഒരു ഗ്രാമത്തില്, ആ ഗ്രാമത്തില് 15 ദിവസം അവർക്ക് വെള്ളം വരെ കൊടുക്കാതെ കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. അപ്പൊ ചിലർക്കൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരോ അവർക്കൊന്നും പൈസ കൊടുത്ത് വെള്ളം മേടിക്കാനൊന്നും പറ്റത്തില്ല. പൈസ ഉള്ളവർ പോയി ടാങ്കിനകത്ത് നിറച്ച് വെള്ളം കൊണ്ടുവരും. അല്ലാത്തവരൊക്കെ അവരുടെ പശുക്കൾക്ക് വെള്ളം കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പിന്മാറിപ്പോയ ഒത്തിരി പേര് പിന്മാറിപ്പോയി. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ കടയിൽ നിന്ന് സാധനം കൊടുക്കത്തില്ല. പിന്നെ അങ്ങനെ അവരെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു കൂട്ടി അവരെയൊക്കെ പറഞ്ഞ് നിങ്ങൾ മടങ്ങി വന്നോണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ തരത്തില്ല. അങ്ങനെയൊക്കെ അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നതായ കാര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവരും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹിമാചൽ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇവരുടേതായ ദേവീദേവന്മാരെ മാത്രമാണ് ഇവർ അംഗീകരിക്കുന്നത്. മറ്റുള്ളവരെ ദൈവത്തെ ഒന്നും അവർക്ക് വലിയ അംഗീകരിക്കത്തില്ല. അവര് പറഞ്ഞ അവരുടെ ദേവീദേവന്മാരും ആണ് ഏറ്റവും വലുതെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വിശ്വാസത്തിൽ കടന്നു വരുന്നവരെ അവര് പറയുന്നത് അവർക്ക് ബോധമില്ലാത്തവരാണ് വിശ്വാസത്തിൽ കടന്നു വരുന്നവരെന്നാണ് അവര് പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ കരങ്ങളില് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇനിയും ഈ ദേശത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശേഷാൽ എനിക്ക് ഈ ഇത്രമാത്രം സമയം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്ക് ശാരീരികമായി ഒരാഴ്ചയായി സുഖമില്ലാതെ ഇരിപ്പായിരുന്നു, പനിയൊക്കെ ആയിട്ട്. അതിനായി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. തുടർന്നും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ മോന്റെ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അവൻ ലുധിയാനയിലായിരിക്കുന്നു. അവന്റെ പ്രവർത്തനത്തെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്റെ സാക്ഷ്യത്തെ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം സിസ്റ്റർ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലൊരു സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഈ അപ്പർ റൂം പ്രയർ ലൈനിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവെ അങ്ങ് മാനിക്കണമേ കർത്താവേ. ഇതിൽ നടക്കുന്നതായ എല്ലാ പ്രയറുകളും എല്ലാവിധമായ കർത്താവെ സാക്ഷ്യങ്ങളും അനേകർക്ക് അനുഗ്രഹപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചാട്ടെ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ എക്സിക്യൂട്ടീവിലുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകുന്ന അപേക്ഷിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകുന്ന അപേക്ഷിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവഹിതം കർത്താവെ എല്ലാവരും അനുഭവിപ്പാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവെ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഈ രാത്രികാലം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാൻ ദൈവത്തിന്റെ ആത്മാ നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ വലിയ കൃപയെ ഓർത്ത നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി വീണ്ടും ദൈവശക്തിയോട് ഉപയോഗിക്കട്ടെ. കഴിഞ്ഞ നാളുകൾ താൻ അനുഭവിച്ച പ്രതിസന്ധികൾ, ശൂന്യതകൾ, ഹല്ലേലൂയ ഒക്കെ അതിന്റെയൊക്കെ നടുവിൽ ദൈവം അവരെ നിലനിർത്തി. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച, ദൈവം അവർക്ക് വേണ്ടി കരുതിയ എല്ലാ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ്. നമ്മെ വിളിച്ചിറക്കിയിട്ട് നമ്മെ വഴിയിലോട്ട് വെച്ച് പോകുന്ന ദൈവമല്ല. ചില കഷ്ടതകൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അവിടെയൊക്കെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടെയൊക്കെ കരം പിടിച്ചു പാടി നടത്തുന്ന ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവ് ശക്തിയോട് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി
പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവരുടെ ഹല്ലേലൂയ ഹിമാചൽ പ്രദേശിലായിരിക്കുമ്പോൾ അവരുടെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഒക്കെ ദൈവത്തിന് വലിയ സാന്നിധ്യം കൂടി ദൈവം അവരെ തലമുറകളെ ഒക്കെ ദൈവം ഇവിടുന്ന് മാനിക്കേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ലൈൻ ചൂഞ്ചത് എല്ലാ ദൈവമക്കളെ ഓർക്കാം, ദൈവദാസന്മാരോർക്കും കർത്താവ് എല്ലാവരെ സഹായിക്കട്ടെ. ലാളസനും കേരളത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട വഹിച്ചു പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കുവാൻ വചനത്തിൽ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവം വചനമായി ദിവസം നമ്മൾ കണ്ണുനീരോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത് ജാഗരിക്കുന്നതൊന്നും വൃഥാവല്ല. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ശക്തനാ. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവശക്തനായ ദൈവമായ ദൈവത്തിന്റെ സ്നേഹത്തെ സാന്നിധ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളെ ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ദാസിയെ ഓർക്കാം, ലാഡസ്റ്റുള്ള എല്ലാ ദൈവമക്കളെ ഓർക്കാം, ജോസഫ് ആദിവാസം കുടുംബത്തെ ഓർക്കാം. നമ്മുടെ പ്രയലനൊക്കെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് വീണ്ടും എല്ലാവരെയും സഹായിക്കേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ബേബിക്കുട്ടി ആന്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ബേബിക്കുട്ടി ആന്റി ലൈനിലുണ്ടോ? ശാന്തമേരി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഓക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഈ